ഹായ് വെൽക്കം എവരി വൺ. ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ ബ്ലൂമിങ് വിത്ത് മീ. അപ്പോൾ നമുക്കിന്നൊരു ബേബി ഗേളിൻ്റെ തേർഡ് ബർത്ത്ഡേ പാർട്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ബർത്ത്ഡേ തീം ഫസ്റ്റ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ പിൻട്രസ്റ്റ് എന്നുള്ള ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി എനിക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിനോട് കുറച്ചൊരു താല്പര്യം കൂടുതലായതിനാൽ പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള തീംസാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് പിൻട്രസ്റ്റ് ആപ്പിൽ കാണാൻ പറ്റും. ഞാനൊരു ബീച്ച് കളറിലുള്ള തീമാണ് ഇന്ന് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി സിമ്പിളായിരിക്കാം, ഡെക്കറേറ്റ് ചെയ്യാനും സിമ്പിളാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം ഈ ഒരു തീമാണ് ഞാൻ ഇന്നത്തെ തീമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്, ബർത്ത്ഡേ പാർട്ടീൻ്റെ തീമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് നോക്കാം. അപ്പം ഏറ്റവും നമുക്ക് അഫോർഡബിളായി കിട്ടുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടും മീഷോ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ ഒരു തീമിന് കണക്കായിട്ടുള്ള സാൻഡൽസാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ തീം ബീച്ച് ആയതുകൊണ്ട് തന്നെ സാൻഡൽസും ബീച്ച് കളറിലുള്ളത് ചൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം സാൻഡൽസിന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നമുക്ക് നോർമലായിട്ടുള്ള സാൻഡൽസ് കാണാൻ പറ്റും. ബീച്ച് കളറിലുള്ളത് ആവശ്യത്തിനാൽ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് താഴേക്ക് പോവുകയാണ്. അപ്പോൾ നോർമൽ ബഡ്ജറ്റിലുള്ളത് കുറേ എണ്ണം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്കൊരു പാർട്ടി വെയർ ടൈപ്പ് വേണം, എന്നാൽ ഡെയിലി യൂസിന് പറ്റുന്നതുമായിട്ടുള്ള സാൻഡൽസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീയൂസ് ചെയ്യാൻ പറ്റണമല്ലോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വേസ്റ്റ് ആവരുതല്ലോ. അപ്പോൾ എനിക്കിതിൽ ഈ ഒരു ബീച്ച് കളർ സാൻഡൽസ് നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെന്ന് കാണിക്കാനാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ട്, പിങ്ക് ഉണ്ട്, ക്രീം കളറുണ്ട്, പിന്നെ നമ്മൾ ചൂസ് ചെയ്ത ബീച്ച് കളറുണ്ട്. അപ്പം ഇഷ്ടമുള്ളതിന് അതിനനുസരിച്ചിട്ട് എല്ലാവർക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്യാം. സൈസസും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. ഏതൊക്കെ സൈസിലാണ് ഇപ്പം നമ്മൾ നോർമലി ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ 3 to 4 അല്ലെങ്കിൽ 3.5 ആ ഒരു സൈസിലുള്ള കുട്ടീൻ്റെതാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ കുട്ടീൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. 3.5 to 4 ഉണ്ട്, 4 to 4.5 ഉണ്ട്, 3 to 3.5 ഉണ്ട്, അതൊക്കെയുണ്ട്. അപ്പോൾ സാൻഡൽസ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് പേസ്റ്റൽ കളേഴ്സിലുള്ള ഡ്രസ്സസ് സെലക്ട് ചെയ്യാം. അതും ഞാൻ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡ്രസ്സസ്സാണ് എടുക്കാൻ നോക്കുന്നത്. കാരണം ഒരു പാർട്ടിക്ക് വേണ്ടി നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അത് വേസ്റ്റാക്കി കളയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഡ്രസ്സസ്സാണ് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഈ ഒരു ബീച്ച് കളറിലുള്ള ഡ്രസ്സ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റിവ്യൂസും നല്ലതാണ്. അത് ഇട്ടിട്ടുള്ള കുട്ടികൾ ഇട്ടിട്ടുള്ള ഫോട്ടോസ് അവർ അതിൻ്റെ അടിയിൽ റിവ്യൂസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും നന്നായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്കിനി ഒരു ബലൂൺസ് സെലക്ട് ചെയ്യാം. എല്ലാം ബീച്ച് കളർ ആയതുകൊണ്ട് ബലൂൺസിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു ഡാർക്ക് കളർ കൂടി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ബീജ് ആൻഡ് ബ്ലാക്കിലുള്ള ബലൂൺസാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അണ്ടർ നമ്മളെ 1000 ബഡ്ജറ്റിന് ഉള്ളിൽ വരുന്ന ടൈപ്പിലുള്ളതാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബീജ് ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ബലൂൺസും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനും 250 അറൗണ്ടേ വരുന്നുള്ളൂ. 54 ബലൂൺസ് ഉണ്ട്, ബീജും ബ്ലാക്കും എല്ലാം അടങ്ങിയതാണ്. ബീജ് 25ഉം ബ്ലാക്കും 25ഉം, പിന്നെ അതിൻ്റെ ആ ഫോയിൽ ബലൂൺസ് പോലെ തന്നെ അതും, പിന്നെ അതിൻ്റെ കിറ്റ്സൊക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇനി നമുക്കൊരു പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ലാസ്റ്റ് വൺ കേക്കാണ്. ബർത്ത്ഡേക്ക് എന്തായാലും കേക്ക് വേണമല്ലോ. അപ്പോൾ എല്ലാം ബീച്ച് കളർ ആയതുകൊണ്ട് ഒരു കോൺട്രാസ്റ്റ് വരുത്താന്നുള്ളത് കൊണ്ട് ഞാൻ വൈറ്റ് കളറിലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കേക്ക്സാണ് ചൂസ് ചെയ്യുന്നത്. അത് ഉള്ളിൽ നമുക്ക് എന്ത് ഫില്ലിങ്സ് കൊടുത്താലും പുറമേ ഇപ്പം നമ്മൾ പറയുന്ന ടൈപ്പിൽ നമ്മളെ ബേക്കേഴ്സ് അത് ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലത്തെ ഫ്ലേവർ ഏറ്റവും കുറവിലുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ സെലക്ട് ചെയ്യാം. അണ്ടർ 1000 വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഫ്ലേവറിലുള്ള കേക്ക് സെലക്ട് ചെയ്തിട്ട് പുറമേ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ കേക്ക് ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ എല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണിച്ചു കൊടുത്താൽ അവരതുപോലെ ചെയ്തു തരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഈ ഒരു കേക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ ഒരു കേക്കും കൂടി ഞാൻ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും സിമ്പിളായിട്ടുള്ള തന്നെയാണ് ഈ ഒരു കേക്ക്.
വൈറ്റിൻ്റെ അകത്ത് ചെറിയൊരു ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള കേക്ക്. പിന്നെയും നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് വേറെയും സിമ്പിളായിട്ടുള്ള പല കേക്ക്സും ഉണ്ട്. ഞാനൊരു റെഫറൻസ് പോലെ കാണിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ്. അപ്പോൾ അത് ടോട്ടൽ ബഡ്ജറ്റ് ബലൂൺസിന് 250, ഡ്രസ്സിന് 381, സാൻഡലിന് 307, ടോട്ടൽ 942 942 ആണ് വരുന്നത്. പ്ലസ് കേക്കിൻ്റെതും ഒരു 1000 ഉള്ളിൽ വരുന്നുണ്ട്.